എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ISM മലയാളത്തിനെ കുറിച്ചാണ്. ISM മലയാളം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. എനിക്ക് അതിൻ്റെ സെറ്റപ്പ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതി നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. കുറേ കുട്ടികൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഒറിജിനൽ തന്നെ വേണം ഇതിൻ്റെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുകയാണ്, ഒറിജിനൽ CD നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒറിജിനൽ CD ഉണ്ടാകും. ISM മലയാളത്തിൻ്റെ ഒറിജിനൽ CD തന്നെ ഉണ്ടാകും. ഈ ഒറിജിനൽ CD നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മലയാളം കൂടുതലായിട്ട് അറിയാനായിട്ട് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലയാളം എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ ജോലിക്കും ഇത് അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ISM മലയാളം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റിൽ അറിയിക്കണം. പെട്ടെന്ന് തന്നെ മലയാളം ടൈപ്പ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ഓരോരുത്തർക്കായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കുട്ടികളായിട്ട് ചോദിക്കുന്നു സൂമിലാണോ ചോദിക്കുന്നുണ്ട്. അതൊന്നല്ല, കൂടുതലായിട്ട് ഓരോരുത്തർക്കായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അറിയിക്കണം. നെക്സ്റ്റ് വരുന്നത് ഫോൺസ്. ഫോൺസ് എന്താണ്? ML കാർത്തിക, ML ഇന്ദുലേഖ, ML ഓണം, അങ്ങനെ കുറേ ഫോണ്ടുകളുണ്ട്. കുറേ കുട്ടികൾക്ക് ML TT എന്താണെന്ന് ചോദിക്കാറുണ്ട്, ML എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞു തരാം. പ്രാക്ടിക്കലോടെ തന്നെ എടുത്തു തരുന്നതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം എന്നുള്ളതാണ് കേട്ടോ. ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 മന്ത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്തു പോയാൽ തന്നെ നല്ല സ്പീഡാകും. ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗമുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ISM മലയാളം 3.0 തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പുതിയ വെർഷൻ ഉണ്ട് കേട്ടോ, പുതിയ വെർഷൻ ഉണ്ട്. ഈ പുതിയ വെർഷൻ ആകുമ്പോൾ ചിലത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ട് വേർഡുകൾ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, പുതിയ വെർഷൻ നോക്കിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് 3.0 തന്നെയാണ്. ദേ എന്നുള്ള വാക്കുകൾ കിട്ടാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില വാക്കുകൾ മാത്രം അത് കിട്ടാതെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം, വേറെ വെർഷനിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ 3.0 ആണെങ്കിൽ ഒരു കുഴപ്പവും വരുന്നില്ല കേട്ടോ. ഓക്കെ, എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633655795. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ISMൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ISM ഒറിജിനലിൻ്റെ ഫോൾഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സെറ്റപ്പ് എനിക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് തരാം. കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ISM ഒറിജിനൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ക്ലിയർ? ഒരു കാര്യം പറയാനുള്ളത്, ക്ലിയർ ആയിട്ട് കേൾക്കുക. ഡൗൺലോഡ് ചെയ്തെടുക്കാനൊന്നും നമുക്ക് പറ്റില്ല, ISM വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽ തന്നെ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി തുടങ്ങാം. നെക്സ്റ്റ് ISM ഒറിജിനൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇതിൽ സെറ്റപ്പ് എന്നുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് കേട്ടോ. ഈ സെറ്റപ്പിൻ്റെ നേരെ തന്നെ 3-4 സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഒരു സെറ്റപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് നേരെ തന്നെ സെറ്റപ്പിൻ്റെ നേരെ തന്നെ ആപ്ലിക്കേഷൻ എന്നുണ്ടാകും, 59 KB എന്നുണ്ടാകും കേട്ടോ. ഇത് 3.0 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ക്ലിയർ? ഇതിലൊരു പച്ച കളറായിട്ട് ഒരു ഇമേജ് ഉണ്ടാവും, അതാണ് കേട്ടോ. ക്ലിയർ? ഇനി ഈ സെറ്റപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് യെസ് കൊടുക്കുക. ഇതിൽ യെസ് കൊടുക്കുക.
നെക്സ്റ്റ് ഇതുപോലൊരു വിൻഡോ വരും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് വന്നത്. ഇതിൽ ഓക്കെ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇതിലും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൽ യെസ് കൊടുക്കുക. അടുത്തൊരു വിൻഡോ വരുന്നുണ്ട്, അതിലും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നെയിം ഉണ്ട്, കമ്പനി ഉണ്ട്. കമ്പനീൻ്റെ അവിടെ ISM വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാൽ ഈ നെക്സ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ. നെക്സ്റ്റ് എന്ത് ഇവിടെ കേട്ടോ, ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ISM 300 എന്നോട് കാണുന്നുണ്ട് കേട്ടോ. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എററാണ്. ദിസ് വിൽ കണ്ടിന്യൂ ഇൻസ്റ്റാളേഷൻ. എന്താണ് പറയുന്നത്? ഇതിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്ത്? ഈ സിസ്റ്റത്തിൽ ISM ഓൾറെഡി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരും. നെക്സ്റ്റ് ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ യെസ് ഓർ നോ ആയിരിക്കും കൊടുക്കുന്നത്. യെസ് കൊടുക്കുക കേട്ടോ. ഒക്കെ കണ്ടിന്യൂസ് കൊടുക്കുക. ഇനി ഇതിൽ കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഇതിൽ മലയാളം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളം മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഡ്യൂറിങ് ദ ഇൻസ്റ്റാളേഷൻ പ്രോസസ്. കണ്ടോ? ഇതിലും ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇതിൽ ഇൻസ്റ്റാൾ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എല്ലാത്തിലും നെക്സ്റ്റ് അടിച്ചു പോകുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? എടുത്തു നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോവുക. ലാസ്റ്റ് വരുമ്പോൾ ഫിനിഷ് എന്ന് വരും കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ വരുന്നത്? ഫിനിഷ് എന്ന് വരും. ഫിനിഷും കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം, ഫിനിഷ് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യമാണ് പറയുന്നത്. എല്ലാത്തിനും ഫിനിഷ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് കൊടുക്കണം? ISM ഒറിജിനൽ അല്ലേ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കുക? ഇവിടെ ക്രാക്ക് 1 ക്രാക്ക് 2 എന്നുണ്ട് കേട്ടോ. ക്രാക്ക് 1 ക്രാക്ക് 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്രാക്ക് 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇത്രയും മതി. വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നമ്മുടെ ISM വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഇനി ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഇനിയുണ്ട് ഒരു കാര്യം. ISM ഒറിജിനൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോൺസ് എന്ന് പറഞ്ഞത് MIL ഫോൺസും ഉണ്ട് ഇതിൽ. പിന്നെ എന്താണ്? ഫോൺസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ഒരു സംഭവം കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തിടണം. ഫോണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫോൺസ്. ഇനി എന്ത് ചെയ്യണം? മലയാളത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് മൂന്നും മലയാളം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇതിലെല്ലാതും എന്ത് ചെയ്യണം? ബാക്കടിക്കുന്നുണ്ട്. ഇതിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഈ 3 എണ്ണം നമ്മൾ എന്ത് ചെയ്യുക? ഫോൺസിലേക്ക് കോപ്പി ചെയ്യുക. ഇത് 3 മലയാളമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് Ctrl+A കൊടുക്കുക. എല്ലാതും സെലക്റ്റഡ് ആയി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്? കീബോർഡിൽ Ctrl+C കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? ഇതിൽ നമ്മുടെ സിസ്റ്റത്തിലെ ഫോൺസ്, FONTS ഫോൺസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലുണ്ട് കേട്ടോ ഫോൺസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക? ഇവിടെ കുറേ ഫോണ്ടുകളുണ്ട്. ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്ത് കൊടുക്കണം? ഇവിടെ കുറച്ച് ഫോണ്ടുകളുണ്ട്. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ പേസ്റ്റ് കൊടുക്കുന്നില്ല, കുറേ ആകും. ഓൾറെഡി എക്സിസ്റ്റിംഗ് കാണിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. എല്ലാതും എന്ത് കൊടുക്കണം? പേസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കോപ്പി ആയിക്കൊണ്ടിരിക്കും ഇതിലേക്ക് കേട്ടോ. ഞാനിത് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് കൊടുക്കണം? ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഫോൺസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് മലയാളം ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒന്നാമത്തെ ഫോൾഡർ ക്ലിക്ക് ചെയ്തു അല്ലേ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തു. രണ്ടാമത്തെയും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+A കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുക. മിനിമൈസ് ചെയ്യുക. എന്ത് ചെയ്യണം? സിസ്റ്റത്തിലെ ഫോൺസ് FONTS. ക്ലിയർ? FONTS ഫോൺസ് ഇവിടെ ഏറ്റവും ടോപ്പിലുണ്ടാകും. ക്ലിക്ക് ചെയ്യുക. ഇനിയും എന്ത് ചെയ്ത് ഇവിടെ ബ്ലാങ്കിൽ വെച്ചിട്ടോ, ഇതിൻ്റെ മേലെയല്ല, ഇതിൻ്റെ ബ്ലാങ്കിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കാണിക്കും. ചിലപ്പോൾ അതിലുണ്ടാവുന്നതും ആയതുകൊണ്ട് വീണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യം പേസ്റ്റ് കൊടുത്താൽ മതി. എന്ത് ചെയ്യണം? ഓക്കെ അടിച്ചിങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്താവും? ഫോൺസും കൂടി ഇതിൽ വരും. ഫോൺസ് മീൻസ് എന്താണ്? മലയാളം ഫോൺസ് വരും. മലയാളം ഫോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതിൽ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഏത് പ്രോഗ്രാമിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നമുക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. വേർഡ് എടുത്ത് നോക്കാം. അതിലെന്താണ്? നോക്കൂ, അതിലെന്താണ്? എവിടെയാണ് ഫോൺസ് വരുന്നത്? ഇവിടെ കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം കണ്ടോ? ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? എവിടെ നമ്മൾ കോപ്പി ചെയ്യണം? ഈ ഒരു സ്ഥാനത്ത് വരണമെങ്കിൽ
ഈ ഫോണ്ട് സ്റ്റൈലിൽ വരണമെങ്കിലാണ് നമ്മൾ ചെയ്തിരുന്നത് ഏതാണ് ISM ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോൺസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിലുള്ള മലയാളം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനുള്ള ഈ 3 ഫോൾഡറും കേട്ടോ ഇതിനെ ഓരോ ഫോൾഡറും ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു എല്ലാവരും കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. ഏതിലേക്ക് കോപ്പി ചെയ്തു? ഏതിലേക്കാണ് പേസ്റ്റ് ചെയ്തത്? ഈ സിസ്റ്റത്തിൻ്റെ എന്ത് ഫോണ്ടിലേക്ക് FONTS ഫോൺസ് ഓൾറെഡി ഉണ്ടാകും, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാകും. ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാകും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്കാണ് പേസ്റ്റ് ചെയ്യുന്നത്. 3 ഫോൾഡറുണ്ട്, 3 ഫോൾഡറും ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനുള്ളിലെ ഫയലിനെ മൊത്തമായിട്ട് ഇവിടെ കോപ്പി ചെയ്യണം. ക്ലിയർ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം നമുക്ക് സിസ്റ്റത്തിലേക്ക് കിട്ടുന്നതായിരിക്കും. ക്ലിയർ? നല്ല ക്ലാസ്സാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ ഈ ക്ലാസ്സുകളൊക്കെ. ഓക്കെ.